ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ. ചെന്നാദാൽ സ്വീറ്റ് ബോണ്ട റിയലി യമ്മി റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചെന്നാദാൽ, കടല, ഷുഗർ, ഗ്രേറ്റഡ് കോക്കനട്ട്, മൈദ, ഓൾ പർപ്പസ് ഫ്ലവർ, പിന്നെ കുറച്ച് ഇതിനകത്തിടാൻ വേണ്ടി കാർഡമം, നട്ട്മഗിൻ്റെത്, ഈ നട്ട്മഗിൻ്റെ കുറച്ച് ഒരു പിഞ്ച് കേട്ടോ, പിന്നെ ഒരു ഗ്രാമ്പു, പിന്നെ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കുറച്ച് നെയ്യ്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് ബോയിൽ ചെയ്തിട്ട് നമുക്ക് കഴുകി വെച്ച ചെന്നാദാൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ച ചെന്നാദാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം, ഇങ്ങനെ എടുത്തിട്ടേ നമുക്കിപ്പോൾ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ ഇതുപോലെ ഉടഞ്ഞു വരുന്നുണ്ടോ? ഒന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ ഉണ്ടോ ഉടഞ്ഞു വരുന്നുണ്ട്, ഉണ്ടോ ബ്രേക്ക് ആവുന്നുണ്ട്. അത് മതി. ഇനി നമുക്കിത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു സ്ട്രെയിനിലോട്ട് ഇട്ടിട്ട് നമുക്കത് വെള്ളം മാറ്റിയെടുക്കാം. ഇതില്ലേ ഈ കാർഡമം പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കാർഡമം ഇട്ടാൽ പൊടിഞ്ഞു വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിത്തിരി ഷുഗർ ഇട്ട് കാർഡമം ഇട്ട് പിന്നെ നമ്മുടെ ആ പൊടിയില്ലേ നട്ട്മഗിൻ്റെ പൊടിയും പിന്നെ ഗ്രാമ്പൂവും കൂടെ കേട്ടോ അതും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് മാറ്റി വെച്ചു. ഓക്കെ, ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഏതായാലും ഇതേപോലെ ആക്കിയെടുക്കണം. ഉണ്ടോ ഇങ്ങനെ ഇരിക്കും. പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പം നമ്മൾ എടുത്ത് വെച്ച 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യിൽ കിടന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വറുത്ത് വന്നിട്ടുണ്ട്. അത് മതി. ഈ സമയത്ത് ഇതിട്ട് കൊടുക്കാം. കടലമാവ് പൊടിച്ച് വെച്ച കടലമാവ് ഇട്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഷുഗർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണമല്ലോ, അപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയേ. ഇതില്ലേ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ സ്പൈസസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇരിക്കണം, അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി മാറ്റി വെക്കുക. ശരിക്കും ഇതിനകത്തൊന്നും ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ ആക്കണം. ഒത്തിരി അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ. നമ്മൾ ഈ നെയ്യിലും ഷുഗറിലും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴും ഒത്തിരി ഡ്രൈ ആയിട്ട് വരല്ല. ഉണ്ടോ ഇതേപോലെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് നിങ്ങൾക്ക് കേട്ടോ. ബോളി ഇതേപോലെ തന്നെ, ബോളി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ഉരുളകൾ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിപ്പോയാൽ അതിൽ നിന്ന് ഉരുളകൾ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ 1 കപ്പ് മൈദ ഉണ്ട്, നുള്ള് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് ഷുഗർ, ഒരു നുള്ള് ഉപ്പ് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം ആക്കണ്ട കേട്ടോ. ഈ ടർമറിക് പൗഡർ ശരിക്കും ഞാൻ ഇടുന്ന ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി കാണും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ടർമറിക് പൗഡർ ഇടാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വരാം. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് ക്രിസ്പി ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാൻ നോക്കാം. നമുക്ക് കണ്ടോ ഇപ്പോൾ ഇതിന് യെല്ലോ കളറൊക്കെ ഉണ്ട്. ഇത് മതി, യെല്ലോ കളർ ഉണ്ട്. ഓക്കെ, ആവശ്യത്തിന് മധുരവും ഒക്കെ ഉണ്ട് ഇതിന് കേട്ടോ. മതി. ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ഓക്കെ, അവിടെ ഉരുളകൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മാവും റെഡിയായി. ഇനി ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇടുക. ഈ മാവ് ഒത്തിരി ലൂസ് ആവില്ല കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെന്നാദാൽ സ്വീറ്റ് ബോണ്ട, സ്വീറ്റ് ചെന്നാദാൽ ബോണ്ട റെഡിയായി. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്ന സെയിം വേ കേട്ടോ. ഞാനൊരെണ്ണം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 1 ഗ്രാമ്പും ഒരു പിഞ്ച് നട്ട്മഗ്, പിന്നെന്താ ഇട്ട് കാർഡമം. ഇതിൻ്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ നല്ല ക്രിസ്പി. ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടില്ലേ, അരിപ്പൊടി ഇടുമ്പോൾ ശരിക്കും ക്രിസ്പി ആയിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.